ലക്ഷ്യ സ്കൂൾ ട്യൂഷന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറാഷണൽ നമ്പറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇറാഷണൽ നമ്പർ. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എ നമ്പർ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം പി ബൈ ക്യൂ വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾസ് നേരത്തെ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നതും ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ. ഓക്കെ, സോ നമ്മൾ ഇനി കുറച്ച് വർക്ക് ചെയ്യാൻ പോകുന്നത് എന്തിലാണ്? ഇറാഷണൽ നമ്പേഴ്സിലാണ്. ശരി, പ്രധാനപ്പെട്ട പോയിന്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, പഠിച്ചു തന്നെ വെക്കണം. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഒരു തിയറം പോലെ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്. ഇത് തിയറം പോലെ അല്ല, തിയറമാണ്. ടെക്സ്റ്റ് ബുക്ക് തിയറമാണ്. അതിങ്ങനെയാണ്. ആദ്യം ഞാൻ ഒരു പ്രൈം നമ്പർ എടുക്കുന്നു. സപ്പോസ് ഇപ്പോൾ ഞാൻ 3 എടുത്തു. 3 ഒരു പ്രൈം നമ്പർ ആണല്ലോ. 6ന്റെ സ്ക്വയർ എന്താ? അത് 36 ആണല്ലോ. 6 സ്ക്വയർ ഈസ് 36 അല്ലേ? നമുക്ക് 36നെ എന്ത് ചെയ്യാൻ പറ്റും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഉറപ്പല്ലേ? കാരണം 36 മൾട്ടിപ്പിൾ ഓഫ് 3. കാരണം 12 ടൈംസ് 3 ഈസ് 36. അപ്പം 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ്. ആ ഒരു നമ്പറിന്റെ സ്ക്വയറിനെ നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് വേറൊരു കാര്യം കൂടെ അറിയാം. 6ഉം എന്താണ്? 2 × 3 6 ആണ്. അപ്പം 6ഉം എന്താണ്? 3യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പം 6ന്റെ സ്ക്വയറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6നെ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം പി ഇവിടെ പ്രൈം നമ്പറാ 3. അപ്പൊ 3 ഒരു പ്രൈം നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൈം നമ്പർ കൊണ്ട് ഒരു നമ്പറിന്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ തിയറം പറയുന്നത്. ഒരു പ്രൈം പി എടുത്തു. പി പ്രൈം ആണ്. പി ഡിവൈഡ്സ് എ സ്ക്വയർ, ദെൻ പി ഡിവൈഡ്സ് എ എന്നാണ്. ഓക്കെ, തിയറം എങ്ങനെയാണ്? ഇഫ് പി ഈസ് for a prime p and a positive integer, for a prime p and a positive integer a, if p divides a square, then p divides a also. p കൊണ്ട് a സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ p കൊണ്ട് aയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇത് തിയറമായിട്ട് കിടപ്പുണ്ട്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന, ഇപ്പോൾ മിക്കവാറും ഡിലീഷൻ വന്നു പോയൊരു പോയിന്റ് കൂടെ ഉണ്ട്. ജസ്റ്റ് പറഞ്ഞു വെച്ചേക്കാം. ആ പോയിന്റ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പി പ്രൈം ആണെങ്കിൽ, ഇഫ് പി പ്രൈം ദെൻ റൂട്ട് പി ഈസ് ഇറാഷണൽ. ഒരു പ്രൈം നമ്പർ നിങ്ങൾ പി എടുത്താൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കും? അത് റൂട്ട് പി എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. സപ്പോസ് 2 എടുത്തു കഴിഞ്ഞാൽ 2 പ്രൈം ആണ്. സോ വാട്ട് ഈസ് റൂട്ട് 2? ഇറ്റ് ഈസ് ഇറാഷണൽ. 13 എടുത്തു, പ്രൈം നമ്പർ ആണ്. സോ വാട്ട് ഈസ് റൂട്ട് 13? ഇറ്റ് ഈസ് ഇറാഷണൽ. ഒരു ഏത് പ്രൈം പി പ്രൈം ആണെങ്കിൽ റൂട്ട് പി എന്തായിരിക്കും? ഉറപ്പായിട്ടും ഇറാഷണൽ. അതായത് സ്ക്വയർ റൂട്ട് ഓഫ് എ പ്രൈം നമ്പർ ഈസ് ഇറാഷണൽ. അതാണ് മീനിങ്. ഓക്കെ, ഇനി നമ്മൾ വളരെ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളാണ്. ഇതാണ് അടുത്ത പോയിന്റ്. സം ഓർ ഡിഫറൻസ് ഓഫ് എ റാഷണൽ നമ്പർ ആൻഡ് എ ഇറാഷണൽ നമ്പർ ഈസ് റാഷണൽ നമ്പർ. ഒരു റാഷണൽ നമ്പരും ഒരു ഇറാഷണൽ നമ്പറും ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇറാഷണൽ നമ്പർ. ഒരു റാഷണൽ നമ്പരും ഒരു ഇറാഷണൽ നമ്പറും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്തേ കിട്ടൂ? ഇറാഷണൽ നമ്പറേ കിട്ടൂ. ഒരു റാഷണൽ നമ്പരും ഒരു ഇറാഷണൽ നമ്പറും കൂടെ സബ്ട്രാക്ട് ചെയ്യുന്നു, ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, കുറയ്ക്കുന്നു, അപ്പോഴും എന്തേ കിട്ടൂ? ഇറാഷണൽ നമ്പർ. ഇനി പ്രൊഡക്റ്റ് ഓർ കോഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. എന്തിനെയാണ്? 2 നോൺ സീറോ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പർ. ഒരു നോൺ സീറോ ആയിട്ടുള്ള റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും നമ്മൾ എന്ത് ചെയ്യുന്നു? തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. 0 വന്ന പ്രശ്നം എന്താവും? 0 ആയിട്ട് പോകും, അത് റാഷണൽ ആയിട്ട് പോകും. അപ്പൊ നോൺ സീറോ ആണ് പറയുന്നത്. ഒരു 0 അല്ലാത്തൊരു റാഷണൽ നമ്പരും ഒരു ഇറാഷണൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇറാഷണൽ നമ്പർ. ഡിവൈഡ് ചെയ്യുമ്പോഴും എന്താ കിട്ടും? റാഷണൽ നമ്പറേ കിട്ടും. അപ്പം ഒരു 2 നമ്പറിന്റെ കേസിലാണ് പറയുന്നത്. ഒരു എയും ബിയും ഉണ്ട്. ഒന്ന് ഇറാഷണലും ഒന്ന് റാഷണലും വന്നു കഴിഞ്ഞാൽ, ഇറാഷണലും റാഷണലും വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യുമ്പോൾ ഇറാഷണൽ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇറാഷണൽ, ഡിഫറൻസ് എടുക്കും ഇറാഷണൽ, ഡിവൈഡ് ചെയ്യുമ്പോൾ ഇറാഷണൽ. എല്ലാം എന്തായിരിക്കും? ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. ഇത് വളരെ വലിയ പോയിന്റ് ആണ്. ഇത്രയുമാണ് കണ്ടന്റ് വൈസ് നമുക്ക് നോക്കാനുള്ള കാര്യം. കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ്. ഈ കണ്ടന്റ് വൈസ് വെച്ചുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് എന്നുള്ളത് പഠിക്കാനുള്ളത്, ഈ ചാപ്റ്ററിൽ ചെയ്തു നോക്കാനുള്ളത്. സോ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. അപ്പൊ റൂട്ട് 2 എന്ന നമ്പറിനെ എന്ത് ചെയ്യണം? ഇറാഷണൽ നമ്പർ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു, പി പ്രൈം ആണെങ്കിൽ റൂട്ട് പി എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. അപ്പൊ അറിയാം. പക്ഷെ പ്രൂവ് ചെയ്യണം. അപ്പൊ 2 പ്രൈം ആണ്, റൂട്ട് രൂപ എന്തായിരിക്കും? ഇറാഷണൽ ആയിരിക്കും. അത് നമുക്ക് അറിയാം. ഇത് പ്രൂവ് ചെയ്യാൻ പറയുന്നു. നോക്കാം. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇതിനൊരു പ്രോപ്പർ സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റെപ്പ് നമ്മൾ പ്രോപ്പറായിട്ട് എഴുതിയാലേ എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്ക് ഇതിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ നമുക്ക് കാണിക്കേണ്ട എന്താണ്? റൂട്ട് 2 ഇറാഷണൽ എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം?
ഇത് ഇറാഷണൽ ആണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ സപ്പോസ് ഞാൻ എന്ത് ചെയ്തു, അസ്യൂം ദാറ്റ് √2 എന്താണ്, √2 ഈസ് റാഷണൽ. അപ്പൊ √2 എന്തെന്ന് വിചാരിക്കുന്നു, ഒരു റാഷണൽ നമ്പർ ആണ്. എന്തായിരിക്കില്ല, ഇറാഷണൽ നമ്പർ ആയിരിക്കില്ല. വിചാരിക്കാമല്ലോ, വിചാരിച്ചു. അസ്യൂം ദാറ്റ് √2 ഈസ് ഇറാഷണൽ. അപ്പൊ നമ്മൾ ഡെഫിനിഷൻ വെച്ച് എന്താ പഠിച്ചേക്കുന്നത്, ഒരു √2 ഒരു നമ്പർ റാഷണൽ നമ്പർ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം അവനെ, √2 ഈസ് ഈക്വൽ ടു ഏത് ഫോമിൽ എഴുതാം, ഒരു p/q ഫോമിൽ എഴുതാം. ഞാൻ a/b ഫോമിൽ എഴുതി, ഒരു a/b എന്ന് എഴുതി. അങ്ങനെ എഴുതുമ്പം ഈ എയും ബി എന്താവണം, എയും ബി എന്താവും, a ആൻഡ് b ആർ ഇൻഡിജേഴ്സ്, b എന്താവും, നോട്ട് ഈക്വൽ ടു 0 ആവും. ഇതിന്റെ കൂടെ ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറയുന്നു. പരമാവധി നിങ്ങൾ ഇതിനെ ചെറുതാക്കാൻ പറ്റുന്ന പോലെ, ഇപ്പോ a/b എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വരുമല്ലോ. ഇപ്പോ ഒരു ഫ്രാക്ഷൻ എഴുതുന്നു, ഇപ്പോ സംഭവം സപ്പോസ് 3/12, നിങ്ങൾ എന്ത് ചെയ്യും, ഇതിനെ വീണ്ടും കട്ട് ചെയ്യും. 3 കൊണ്ട് കട്ട് ചെയ്തിട്ട് ഇത് 1 ഇത് 4 ആക്കും, 1/4 ആക്കും. അങ്ങനെ കട്ട് ചെയ്യാവുന്നതിന്റെ മാക്സിമം കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാ. ഇനി ഇവിടെ എന്തില്ല, ഇനി ഒരു നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്തായിട്ട് മാറും, ഈ നമ്പേഴ്സിന്റെ 1 ആയിട്ട് മാറും. കാരണം ഇവന്റെയും കോമൺ ഫാക്ടർ 1 അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കോമൺ ഫാക്ടർ 1 ആയിട്ട് മാറിയാൽ പിന്നെ എന്തില്ല, കട്ടിങ് ഇല്ല. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. എക്സ്ട്രാ പറഞ്ഞൊരു പോയിന്റ് ഇങ്ങനെയാണ്, എയും ബിയും ഇൻഡിജേഴ്സ് എന്നതിന് പകരം ഞാൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, എയും ബിയും എന്തായിരിക്കും, കോപ്രൈം ആയിരിക്കും. എ ആൻഡ് ബി ആർ കോപ്രൈംസ്. ഇങ്ങനൊരു വാക്ക് പറയുമ്പം എയും ബിയും കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്, എയും ബിയും ഇൻഡിജർ ആണ്, അവരുടെ HCF എന്താ 1 ആണ്. അപ്പോ ഇതാണ് എന്റെ പോയിന്റ്. എ ആൻഡ് ബി ആർ കോപ്രൈംസ്, എക്സ്ട്രാ എന്ത് പറഞ്ഞാൽ മതി, ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 0, ഇത്രയും പറഞ്ഞാൽ മതി. സോ ബി നോട്ട് ഈക്വൽ ടു 0 എന്ന് എഴുതി വെച്ചു. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യം ഇങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എന്ത് പറയാൻ, നമുക്ക് ഇവിടുന്ന് എയും ബിയും HCF ഓഫ് എ ബി എന്തായിരിക്കും, അത് 1 ആയിരിക്കും അല്ലേ, അത് പറയാലോ. നമ്മളത് പറഞ്ഞു വെച്ചു, ഇവിടെ നിൽക്കട്ടെ, നമുക്കത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്, വഴിയെ മനസ്സിലാവും. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് പറഞ്ഞു, ഇപ്പം a/b, ഇപ്പൊ √2 എങ്ങനെ എഴുതി, നമ്മൾ a/b എന്ന് എഴുതി ആണല്ലോ. അപ്പോ √2 ഞാൻ a/b എന്ന് എഴുതിയിട്ടാ ഞാൻ ചെയ്യുന്നൊരു പണിയുണ്ട്. എനിക്കിപ്പോ എന്തറിയാം, √2 ഈക്വൽ ടു a/b ആണ്. സോ ഞാൻ √2 ഈക്വൽ ടു a/b എന്നതിന് എന്ത് ചെയ്യുന്നു, സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു. അപ്പോ √2 ഈക്വൽ ടു a/b എന്ന് ഞാൻ വിളിക്കുന്നു. കാരണം ഞാൻ എന്ത് വിചാരിച്ചു, √2 എന്ത് നമ്പറാണ്, √2 ഈസ് റാഷണൽ. അപ്പൊ √2 റാഷണൽ നമ്പർ ആയി വന്നാൽ അതിന് a/b ഫോമിൽ എഴുതാം, p/q ഫോമിൽ എഴുതാം. അപ്പൊ a/b എന്ന് എഴുതി, എയും ബിയും കോപ്രൈം എന്ന് വിളിച്ചു. വേറൊന്നും കൊണ്ടല്ല, HCF 1 എന്ന് ഞാൻ പറയാൻ വേണ്ടി വിളിച്ചതേ ഉള്ളൂ. കോപ്രൈം എന്ന് വിളിച്ചു, b നോട്ട് ഈക്വൽ 0 എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ HCF 1 ആണെന്ന് ഞാൻ എഴുതി വെച്ചു. √2 ഈക്വൽ ടു a/b എന്ന് നമ്മൾ നേരത്തെ എഴുതി വെച്ചേക്കുക. ഞാൻ എന്ത് ചെയ്തു, ഇവന്റെ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡും ഒന്ന് സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് വരും നോക്കിയേ നിങ്ങൾ, സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, ഇത് √2 സ്ക്വയറാ. √2 സ്ക്വയർ ഈസ്, റൂട്ടും സ്ക്വയറും വരുമ്പം റൂട്ട് ക്യാൻസൽ ആയിട്ട് തന്നെ വരും. 2 ഈക്വൽ ടു a²/b² എന്ന് വരും. 2 ഈസ് ഈക്വൽ ടു a²/b². ഇത് പ്രൂഫാണ് നമ്മൾ എഴുതി പോകുന്നത്, ഇത് പ്രൂഫാണ്. അപ്പം ഇതിൽ സ്റ്റെപ്പ് നമുക്കൊന്ന് സ്കിപ്പ് ചെയ്യാനില്ല. ഇറ്റ് ഈസ് പ്രൂഫ്, വെരി ഇമ്പോർട്ടൻറ്റ് പ്രൂഫാണ്. ഓക്കെ, അപ്പോ 2 ഈക്വൽ ടു a²/b² എന്ന് കിട്ടുന്നു. നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു അല്ലേ, അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഈ b² അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, 2b² ഈക്വൽ ടു a² ആവും അല്ലേ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ പോരെ, a² ഈക്വൽ ടു 2b². നിങ്ങൾ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ എന്റെ a² 2ന്റെ മൾട്ടിപ്പിൾ ആണ്, a² 2ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 2 × b² ആണ് a². അപ്പൊ a² 2ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2 ഡിവൈഡ്സ് a². 2ന്റെ മൾട്ടിപ്പിൾ ആണ് a². അപ്പൊ എന്ത് ചെയ്യും, 2 ഉറപ്പായിട്ടും a² ഡിവൈഡ് ചെയ്യണം. 2 ഡിവൈഡ്സ് a². തൊട്ട് മുന്നേ കാര്യം പഠിച്ചു, p ഡിവൈഡ്സ് a². p പ്രൈം ആണ്, അത് a² ഡിവൈഡ് ചെയ്യുമെങ്കിൽ p ഡിവൈഡ്സ് a ആ. 2 പ്രൈം അല്ലേ, 2 ഡിവൈഡ്സ് a² അല്ലേ. അപ്പൊ എന്ത് വരും, ദാറ്റ് ഈസ് 2 പ്രൈം ആണ്, 2 ഡിവൈഡ്സ് a² ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, therefore 2 ഡിവൈഡ്സ് a എന്ന് പറഞ്ഞേ പറ്റൂ. ഇത് സിംപ്ലൈസ് 2 ഡിവൈഡ്സ് a. 2 കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, a ഡിവൈഡ് ചെയ്യാൻ പറ്റും, 2നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 2 കൊണ്ട് a ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ
2 കൊണ്ട് എ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എ 2വിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ഉറപ്പല്ലേ? കാരണം 2ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ വേറൊരു മീനിങ് ആണ് മൾട്ടിപ്പിൾ ഓഫ് 2 എന്ന് പറഞ്ഞ ഐഡിയയും. അപ്പം 2 കൊണ്ട് എ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ എ ഷുഡ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പം മൾട്ടിപ്പിൾ ആയിട്ട് എടുക്കുന്നതിന് വേണ്ടി ഞാൻ എന്ത് വിളിക്കുന്നു? ലെറ്റ് 2വിന്റെ മൾട്ടിപ്പിൾ ആണല്ലോ എ ഈക്വൽ ടു സം 2c എന്ന് വിളിക്കുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. സി ആരാ? ഏതോ ഒരു ഇന്റിജർ ആണ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇപ്പൊ 2 × 3 എന്ന് പറയുമ്പോൾ 3 പോലെ അത്രേ ഉള്ളൂ. അപ്പം ഒരു ഇന്റിജർ ഫോർ സം ഇന്റിജർ സി, ഏതോ ഒരു ഇന്റിജർ എടുക്കുന്നു അത്രേ ഉള്ളൂ. ഫോർ സം ഇന്റിജർ സി അത്രേ ഉള്ളൂ. ഇന്റിജർ ആണ് സി, എന്താണ്? ഇന്റിജർ ആണ്. ഓക്കെ, അങ്ങനെ എടുക്കുന്നു, പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ കഥ. 2 ഡിവൈഡ്സ് എ സ്ക്വയർ. 2 പ്രൈം, ഒരു പ്രൈം നമ്പർ എ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്ത് പറയാം? പി ഡിവൈഡ്സ് എ എന്ന് പറയാം. അപ്പം ഉറപ്പായിട്ടും ഒരു 2 ഡിവൈഡ്സ് എ സ്ക്വയർ ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് എ. 2 ഡിവൈഡ്സ് എ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് എ ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ എ എന്താവണം? 2വിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിളിക്കുന്നു? എ ഈക്വൽ 2c എന്ന് വിളിച്ചു, പ്രശ്നമൊന്നുമില്ലല്ലോ. എ ഈക്വൽ ടു ചുമ്മാ ഒരു 2c എന്ന് വിളിച്ചു. അപ്പോ ഇത്രയും കിട്ടി. ഇനി നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ടേ. നമ്മൾ തൊട്ട് മുന്നേ എന്തോന്ന് എഴുതിയില്ലേ? എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2b² എന്ന് എഴുതി. ഞാൻ ഇപ്പൊ എന്താ വിളിച്ചേ? എ ഈക്വൽ ടു 2c എന്നാ വിളിച്ചേ. അപ്പൊ എനിക്ക് ഇത് മാറ്റി എഴുതിക്കൂടെ? ഒന്നിനെ എനിക്ക് മാറ്റി എഴുതിക്കൂടെ? സോ അതാ അടുത്ത പണി. 1 ബിക്കംസ്, ഒന്ന് എങ്ങനെ മാറും? ഒന്നെന്തായിരുന്നു? എ സ്ക്വയർ ഈക്വൽ 2b². അപ്പം എക്ക് പകരം എന്ത് കൊടുക്കാം? 2c കൊടുക്കാം. അപ്പോ എക്ക് പകരം 2c, അപ്പൊ 2c², കാരണം എ സ്ക്വയർ ആയിരുന്നു, ഈക്വൽ ടു 2b². ഇങ്ങനെയായിരുന്നു കഥ. ഇതെങ്ങനെ മാറും? ദിസ് ഇംപ്ലൈസ് 2c². സ്ക്വയർ ചെയ്യുമ്പം 2² 4c², c² തന്നെ. 4c² ഈക്വൽ ടു 2b². അവിടെ നിന്ന് നമുക്ക് ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണം ഇങ്ങോട്ടല്ലേ. അപ്പം 4c²/2 ആവും എന്ത്? b². 4ഉം 2ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 ആവൂലേ? അപ്പോ b² ഈസ് ഈക്വൽ ടു 2c² അല്ലേ? ആണല്ലോ. b² ഈക്വൽ ടു 2c². ഇപ്പൊ എന്ത് കിട്ടി? b² 2c² എന്ന് പറഞ്ഞാൽ b² 2വിന്റെ മൾട്ടിപ്പിളാ. ദാറ്റ് ഈസ് 2 ഡിവൈഡ്സ് b². 2 എന്ത് ചെയ്യുന്നു? b² ഡിവൈഡ് ചെയ്യുന്നു. കാരണം b² ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 2. b² ഈക്വൽ 2c². അപ്പൊ b² 2c² ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് b². 2 എന്ത് ചെയ്യും? b² ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് b. പിന്നെ പഠിച്ചു നമ്മൾ p ഡിവൈഡ്സ് a² ആണെങ്കിൽ p ഡിവൈഡ്സ് a. ഇവിടെ 2 ഡിവൈഡ്സ് b² ആകുമ്പോൾ 2 ഡിവൈഡ്സ് b എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ നോക്കുക, 2 ഡിവൈഡ്സ് b എന്ന് കിട്ടി. ഇവിടെ 2 ഡിവൈഡ്സ് a എന്ന് കിട്ടി. 2 ഡിവൈഡ്സ് b ആണ്, 2 ഡിവൈഡ്സ് a ആണ്. അതാണ് പോയിന്റ്. അപ്പൊ 2 കൊണ്ട് a ഡിവൈഡ് ചെയ്യാം, 2 കൊണ്ട് b ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് എയും ബിയും ഡിവൈഡ് ചെയ്യാം അല്ലേ? എന്ന് പറഞ്ഞാൽ 2 എന്തായി? എയുടെയും ബിയുടെയും ഫാക്ടർ ആയില്ലേ? എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആയില്ലേ? അപ്പോ 2 ഡിവൈഡ്സ് എ ആണ്, 2 ഡിവൈഡ്സ് ബി ആണ്. നമുക്ക് എന്ത് പറയാം? ഹിയർ, ഇവിടെ 2 ഡിവൈഡ്സ്, 2 എന്ത് ചെയ്യുന്നു? 2 ഡിവൈഡ്സ് ബോത്ത് എ ആൻഡ് ബി. 2 കൊണ്ട് എയും ബിയും ഡിവൈഡ് ചെയ്യാം എന്ന് പറഞ്ഞാൽ 2 എന്തായിട്ട് വന്നു? ഒരു കോമൺ ഫാക്ടർ ആയിട്ട് വന്നു. 2 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി. 2 എന്താണ്? എയുടെയും ബിയുടെ എന്താണ്? ഒരു എ ആൻഡ് ബി, എയുടെയും ബിയുടെ ഒരു കോമൺ ഫാക്ടർ ആണ്. ഇതൊരു പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു വെച്ചു, എ ആൻഡ് ബി ആർ കോപ്രൈംസ് എന്ന് പറഞ്ഞാൽ HCF എത്രയാ? അത് 1 ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി ഈസ് 1 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ വലിയൊരു കോമൺ ഫാക്ടർ ആർക്കില്ല? എക്കും ബിക്കും ഉണ്ടോ? ഇല്ല. ഇപ്പൊ എന്താണ് കിട്ടിയത്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഓഫ് എ ആൻഡ് ബി ഈസ് 1. ഇപ്പൊ എന്തോന്ന് കിട്ടി? എക്കും ബിക്കും ഒരു പുതിയ കോമൺ ഫാക്ടർ കിട്ടിയത് ആരാ? അത് 2ആ. ആ 2 എന്താ? ഒന്നിനേക്കാൾ വലുതല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു എയുടെയും ബിയുടെയും HCF എന്താ? 1 എന്ന് പറഞ്ഞു. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒന്നാ പറഞ്ഞേ. ഒന്നിനേക്കാൾ വലിയ കോമൺ ഫാക്ടർ ആർക്കില്ല? എക്കും ബിക്കും ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് കിട്ടി? 2 ആണെന്ത്? 2 ആണ് ഇതിന്റെ ഒരു കോമൺ ഫാക്ടർ എന്ന് കിട്ടി. അപ്പൊ ഒരു കോമൺ ഫാക്ടർ കിട്ടി. അപ്പൊ ഇതൊരു പ്രശ്നമല്ലേ?
which is a contradiction. Which is a contradiction എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു കാര്യത്തിന് വിപരീതമായിട്ട് എതിരെ എന്ത് ചെയ്തു, ഇപ്പൊ ഒരു സാധനം വന്ന് നിൽക്കുക. അപ്പൊ എന്തിനാ വന്ന കോൺട്രഡിക്ഷൻ? which is a contradiction to the choice of A and B. നമ്മൾ എടുത്ത ചോയ്സ് ഉണ്ടല്ലോ, എയും ബിയും കോപ്രൈം എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു, ഒരു ചോയ്സ് എടുത്തു. എയും ബി ഇന്റിജർ ആണ്, HCF 1 എന്നൊക്കെ നമ്മൾ ചോയ്സ് എടുത്തു. ആ ഒരു ചോയ്സിന് ഇപ്പൊ എന്ത് പറ്റി, ഒരു കോൺട്രഡിക്ഷൻ വന്നു. ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ വരാനുള്ള കാരണം എന്താ? ദിസ് ഈസ് ഡ്യൂ ടു അവർ റോങ് അസംഷൻ. നമ്മുടെ തെറ്റായിട്ടുള്ള ഒരു അസംഷൻ ഉണ്ടായിരുന്നു. നമ്മൾ എന്താ അസ്യൂം ചെയ്തേ? അസ്യൂം ദാറ്റ് √2 ഈസ് റാഷണൽ. √2 എന്ന നമ്പർ എന്തെന്ന് നമ്മൾ വിചാരിച്ചു, അത് റാഷണൽ നമ്പർ എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ എയും ബിയും എടുത്ത ചോയ്സിനാണ് പ്രശ്നം വന്നേ. ആ ചോയ്സ് എടുക്കാനുള്ള കാരണം എന്താ? ദിസ് ഈസ് ഡ്യൂ ടു അവർ ഇൻകറക്റ്റ് എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ റോങ് എന്ന് യൂസ് ചെയ്യാം. ഇൻകറക്റ്റ് അസംഷൻ. നമ്മൾ ഒരു തെറ്റായ അസംഷൻ എടുത്തു. നമ്മൾ അസ്യൂം ചെയ്തു √2 എന്തെന്ന് അസ്യൂം ചെയ്തു. √2 നമ്മൾ റാഷണൽ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു A/B ഫോമിൽ എഴുതാൻ പറ്റി നമുക്ക്. അപ്പോൾ ഒരു എയും ബിയും കിട്ടി. ആ ചോയ്സ് എടുത്തപ്പോൾ അവിടെ പ്രശ്നം പറ്റി. അപ്പൊ ഇങ്ങനൊരു ചോയ്സ് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ എന്താ മീനിങ്? √2 എന്തല്ല, റാഷണൽ അല്ല. ദിസ് ഈസ് ഡ്യൂ ടു അവർ ഇൻകറക്റ്റ് അസംഷൻ. ഇങ്ങനെ പ്രശ്നം വരാനുള്ള കാരണം എന്താ? നമ്മുടെ അസംഷൻ തെറ്റിപ്പോയി. അസംഷൻ എന്തായിരുന്നു? √2 ഈസ് റാഷണൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? അസംഷൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? therefore √2 ഈസ് ഇറാഷണൽ. ഇതാണ് മെത്തേഡ്. അസംഷൻ തെറ്റിപ്പോയി എന്താ മീനിങ്? √2 എന്തായി? √2 ഈസ് ഇറാഷണൽ. √2 എന്തെന്ന് കിട്ടി? ഇറാഷണൽ എന്ന് കിട്ടി. നമ്മുടെ പ്രൂഫ് ആയില്ലേ? സോ ഇവിടെ എഴുതിയിരിക്കുന്ന പോയിന്റുകൾ എല്ലാം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അതുപോലെ ഫോളോ ചെയ്യണം. അപ്പോൾ ഒരു ചോദ്യം √3 ചോദിച്ചാലോ എക്സാമിന്? ചോദിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? ഈ 2 ആക്കും. 2 ആക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ ആ ഒരു ചേഞ്ചേ വരൂ. ഇപ്പൊ ഇവിടെ എവിടെയോ ഒരു 2 സ്ക്വയർ ഒക്കെ വരും. അപ്പൊ അതെന്താവും? 3 സ്ക്വയർ ആയിട്ട് മാറും. അത് 9 ആയിട്ട് മാറും. കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കിട്ടും. 2 എല്ലാം മാറും, 3 ആവും. സ്ക്വയർ ഒക്കെ അനുസരിച്ച് മാറും. അത്രേ ഉള്ളൂ. 5 ചോദിച്ചാലും ചെയ്യാം, 7 ചോദിച്ചാലും ചെയ്യാം. പ്രൈം നമ്പർ ഒരു പ്രൈം നമ്പർ വന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് ചോദിക്കും. അത്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചേ പറ്റൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ പിന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കിടപ്പുണ്ട്. ഇതെല്ലാം പല മോഡൽസ് ആണ്. ഓക്കെ, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം, ഒരെണ്ണം കൂടെ. ഇത് √2, √3, √5, √7, √11, √13 അങ്ങനെയൊക്കെ വരുന്ന നമ്പേഴ്സ് എന്ത് ചെയ്യാം? നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇനി വേറൊരു ക്വസ്റ്റ്യൻ വരുന്നു, 3 + √5. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ദാറ്റ് 3 + √5 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇത് പ്രൂവ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നമ്മൾ ഇത്രയും എഴുതിയ പോലെ എഴുതണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതാം. ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ ഈസ് 3 + √5. അപ്പോ നമ്മൾ എടുക്കുന്നതെല്ലാം പഴയ പോലെ തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ എഴുതുമ്പം ഇത്രയൊന്നും എഴുതണ്ട, വളരെ ഈസി ആയിട്ട് നമുക്ക് എഴുതി കളയാം. അത്രയ്ക്കുള്ളതേ ഉള്ളൂ. സോ പ്രൂഫ് എഴുതാം. പ്രൂവ് ചെയ്യണമല്ലോ, നമ്മുടെ ആവശ്യമാണല്ലോ. 3 + √5 നമ്മൾ എന്താ വിളിക്കും? നേരത്തെ വിളിച്ച പോലെ തന്നെ അസ്യൂം ദാറ്റ്. അസംഷൻ ആണ്. 3 + √5 ഈസ് റാഷണൽ. എന്താണ് ഇത്? റാഷണൽ നമ്പർ നമ്മൾ വിളിക്കുന്നു. അങ്ങനെ റാഷണൽ നമ്പറിനെ വിളിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? 3 + √5 എന്നിങ്ങനെ എഴുതാം. ഈക്വൽ ടു ഒരു A/B എന്ന് എഴുതാം. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ആ കോപ്രൈം കൊണ്ടുവന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ തന്നെ എഴുതാം. A/B where A and B are co-primes and B not equal to 0 എഴുതി വെച്ചു, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം 3 + √5 എങ്ങനെ എഴുതി? 3 + √5 നമ്മൾ എഴുതിയത് A/B എന്ന ഫോമിൽ എഴുതി. അപ്പോൾ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, A/B എന്ന് എഴുതുമ്പം ഇവിടെ എയും ബിയും എന്താണ്? ബേസിക്കലി ഇറ്റ് ഈസ് ഇൻഡിജേഴ്സ് ആണല്ലോ. അപ്പോ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? അവനെ പിടിക്കാം. സോ 3 + √5 ഈക്വൽ ടു A/B ആണെങ്കിൽ വാട്ട് ഈസ് √5? ഈ 3 എന്ത് ചെയ്യണം? ഈക്വൽ ടു ഇപ്പുറം വരണം അല്ലെ. 3 നമ്മൾ ഈക്വൽ ടു ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്ത് വരും? A/B - 3 ആവും അല്ലെ. ഇവിടെ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടില്ലെങ്കിലും പതുക്കെ കിട്ടും. വേറൊന്നുമില്ല. ഇടോ A/B എന്ന് പറഞ്ഞാൽ A ഒരു ഇൻഡിജർ ആണ്, B ഒരു ഇൻഡിജർ ആണ്. അപ്പൊ A/B എന്താണ്? ഇൻഡിജർ ബൈ ഇൻഡിജർ.
അപ്പൊ ഇതൊരു റാഷണൽ നമ്പറാണ്. 3 എന്താ? റാഷണൽ നമ്പറാണ്. അപ്പോ ഇതൊരു റാഷണൽ നമ്പർ, റാഷണൽ, ഇത് റാഷണൽ. അത് കുറയ്ക്കുമ്പോൾ എന്താ കിട്ടുക? റാഷണൽ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ 2 നമ്പർ കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? റാഷണൽ കിട്ടും, ആണല്ലോ. പക്ഷെ √5 എന്താ? √5 എന്താണ്? അത് ഇറാഷണൽ നമ്പർ അല്ലേ? കാരണം 5 പ്രൈം ആണെങ്കിൽ √5 ഈസ് ഇറാഷണൽ. അപ്പൊ ഇത് ഇറാഷണൽ നമ്പർ അല്ലേ? അപ്പൊ ഇതിന് 1 എന്ന് ഞാൻ ഒരു നമ്പർ 1 എന്ന് കൊടുത്താൽ എന്ത് പറയാം? ഒരു നമ്പർ 1 ഇട്ട് വെച്ചാൽ, ഇതിനെ ഒരു നമ്പർ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ LHS ഓഫ് 1 ഈസ് ഇറാഷണൽ. LHS മീൻസ് ലെഫ്റ്റ് സൈഡ്, ബട്ട് RHS ഈസ് റാഷണൽ. റൈറ്റ് ഹാൻഡ് സൈഡ് റാഷണൽ നമ്പരാ, ലെഫ്റ്റ് സൈഡ് എന്താ? ഇറാഷണൽ നമ്പരാ. ഒരു റാഷണൽ നമ്പരും ഒരു ഇറാഷണൽ നമ്പർ ഈക്വൽ ആവുമോ? ആവൂല. ഇത് അപ്പൊ ഒരു തെറ്റല്ലേ? സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. കോൺട്രഡിക്ഷൻ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? എഴുതാൻ പറ്റില്ല. അപ്പൊ LHSഉം RHSഉം ഉണ്ട്. ഇവിടെ LHS ഇറാഷണൽ നമ്പരും RHS റാഷണൽ നമ്പരുമാണ്. അത് ഈക്വൽ ആവില്ല. കാരണം ഒരു റാഷണൽ നമ്പരും ഇറാഷണൽ നമ്പറും തമ്മിൽ ഈക്വൽ ആവില്ല ഒരിക്കലും. അപ്പൊ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ എന്താണ്? ഇങ്ങനെ എഴുതുമ്പോൾ കോൺട്രഡിക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനത്തെ കോൺട്രഡിക്ഷൻ വന്ന എന്തുകൊണ്ടാ? നമ്മുടെ അസംപ്ഷൻ തെറ്റിപ്പോയി. അപ്പൊ അവിടെ നമുക്ക് എന്ത് എഴുതാം? ദിസ് ഈസ് ഡ്യൂ ടു അവർ റോങ് എന്നോ ഇൻകറക്റ്റ് എന്നോ എഴുതാം. റോങ് അസംപ്ഷൻ. റോങ് അസംപ്ഷൻ. ദെർഫോർ എന്ത് പറയാം? 3 + √5 ഈസ് ഇറാഷണൽ. ഇത്രയും പ്രൂവ് ചെയ്താൽ മതി. ചിലപ്പോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇതിന് 2 മാർക്കോ അല്ല 3 മാർക്കൊക്കെ തന്നാൽ, 3 മാർക്കോ 4 തന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ √2 പറഞ്ഞില്ലേ, അതുപോലെ √5 എന്ത് ചെയ്യണം? നമ്മൾ പ്രൂവ് ചെയ്യണം ആദ്യം. √5നെ ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഈ നമ്പറിനെ എന്ത് കാണിക്കാൻ? ഈ നമ്പർ ഇറാഷണൽ എന്ന് കാണിക്കാൻ. അല്ലാത്ത പക്ഷം 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഇത്ര മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെ എടുക്കുക? √3 + √5 ഈസ് റാഷണൽ എന്ന് എടുക്കുക, അതിന് A/B ഫോമിൽ എഴുതുക. നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് എന്ത് ചെയ്യും? ആ ഇറാഷണൽ നമ്പറിന്റെ പാർട്ട് മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം ഇനി കൊണ്ടുവരും. അത്രേ ഉള്ളൂ കഥ. അങ്ങനെ മാറ്റുമ്പം ഒരു സൈഡ് ഒരു ഇക്വേഷൻ കിട്ടും. ഒരു സൈഡ് എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. ഇപ്പുറ സൈഡ് എന്തായിരിക്കും? അത് റാഷണൽ നമ്പർ ആയിരിക്കും. ഒരിക്കലും അത് ഈക്വൽ ആവില്ല. ഒരു ഇക്വേഷന്റെ LHSഉം RHSഉം ഡിഫറന്റ് ഫോം വരാൻ പറ്റത്തില്ലല്ലോ. അതായത് റാഷണൽ വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഇറ്റ്സ് എ കോൺട്രഡിക്ഷൻ. എന്തുകൊണ്ടാണ് വന്നത്? നമ്മുടെ അസംപ്ഷൻ തെറ്റായി പോയുണ്ട്. അപ്പൊ എന്ത് പറയാം? ഇതെന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് പ്രൂവ്. ഇവിടെ എല്ലാം അത് തന്നെയാ. 5 + 3√2 എങ്ങനെ എഴുതിയാൽ മതി? അതിന് A/B എന്ന് വിളിക്കും. അപ്പൊ കാണിച്ചു തരാം. 5 + 3√2 എന്ത് വിളിക്കും? ഒരു A/B എന്ന് വിളിക്കും. ഇനി അവിടെ നിന്ന് എങ്ങനെ എഴുതും? 3√2 is equal to A/B - 5 എന്ന് എഴുതിയിട്ട് പിന്നെ √2നെ എങ്ങനെ എഴുതാം? √2 is equal to 3. ഇപ്പം നമ്മൾ ഡിവിഷൻ ആവും. അത് 1/3 ആയിട്ട് 1/3 into A/B - 5 എന്ന് വരും. പിന്നെ നോക്കുമ്പോൾ ഇവിടെ എല്ലാം റാഷണൽ നമ്പറും ഇതെല്ലാം ഇത് റാഷണൽ നമ്പറുമാണ്. അപ്പൊ അങ്ങനെ എഴുതി അതെന്ത് വരാം? അത് പ്രൂവ് ചെയ്യാൻ പറ്റും. എല്ലാ ക്വസ്റ്റ്യനും ഇങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത്. എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെയ്ത് വന്നിട്ട് റാഷണൽ നമ്പറിനെ എല്ലാം ഒരു ഭാഗത്തും ഇറാഷണൽ പാർട്ട് ഒരു ഭാഗത്ത് വിടും. അത് ഈക്വൽ ആവൂല എന്ന് പറയും. അപ്പൊ എന്ത് പറയാം? നമുക്ക് അവിടെ നിന്ന് ഇതിന്റെ പ്രൂഫ് എഴുതാം. എല്ലാ ക്വസ്റ്റ്യനും അങ്ങനെയാണ്. √3 + √5 ഈസ് ഇറാഷണൽ നമ്പർ. √3 ഇറാഷണൽ നമ്പർ ആണ്, √5 ഇറാഷണൽ നമ്പർ ആണ്. അത് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. അത്രേ ഉള്ളൂ. ഇതെല്ലാം സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ റാഷണൽ പാർട്ട് ഒരെണ്ണം കൂടെ ചെയ്യാം. സപ്പോസ് ഈ 11 കൂടെ ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. 11 കൂടെ ഓക്കെ, 11 കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാം. 11 എന്ത് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, എന്ത് വരും നോക്കാം. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം ഇതേ മോഡൽ എഴുതിയാൽ മതി. പക്ഷേ ആ 11 ക്വസ്റ്റ്യനിൽ വരുമ്പം അതെങ്ങനെ മാറ്റും എന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 3/2√3 3 സപ്പോസ് ഇങ്ങനെ എടുക്കും. 3/2√3 is equal to A/B. ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? 2√3/3 is equal to B/A. ഇവിടെ നിന്ന് തന്നെ എഴുതാം, കുറെ കൂടെ ഈസി ആയിട്ട് എഴുതാം. ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? 2√3 is equal to 3B/A എന്ന് എഴുതാം. ഇവിടെ നിന്ന് എങ്ങനെ എഴുതാം? √3 is equal to 3B/ ഇവിടെ A ഉണ്ട്, 2 താഴെ ആയിട്ട് പോവും, ഡിവിഷൻ ആയിട്ട് പോവും, 2A എന്ന് വരും.
ഇവിടെ വരുമ്പോഴത്തേക്ക് 3/2 b/a എന്നൊക്കെ വരും. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റാഷണൽ ഫോമിലാണ്. അപ്പൊ റാഷണൽ നമ്പർ ആണ്. പക്ഷേ ഇപ്പുറത്ത് എന്താണ്? റാഷണൽ നമ്പർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാവൂല? ഈക്വൽ ആവൂല. അപ്പൊ എന്ത് പറയാം? അത് പറയാം. സോ എല്ലാ ക്വസ്റ്റ്യൻസും ഒരേ മോഡലാണ്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം ആ പറഞ്ഞ ഐഡിയകൾ p ഡിവൈഡ്സ് a സ്ക്വയർ, p പ്രൈം ആണ്, p ഡിവൈഡ്സ് a സ്ക്വയർ ആകുമ്പോൾ എന്ത് വരും? p ഡിവൈഡ്സ് a വരും. പിന്നെ ഓർക്കേണ്ട അടുത്ത പോയിന്റ് p പ്രൈം ആണെങ്കിൽ √p റാഷണൽ ആയിരിക്കും. ഇത്ര ഓൺലി പോയിന്റ്സ്. ഇത് വെച്ച് നമുക്ക് √2 √3 ഒക്കെ പ്രൂവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഈ മോഡൽ ഇമ്പോർട്ടന്റ് ആണ്. ആകെ 2 മോഡലേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിലുള്ള ഫുൾ കണ്ടന്റ്. അപ്പൊ ഇത്രയും നമുക്ക് കൃത്യമായിട്ടൊന്ന് ഐഡിയ പഠിച്ചിട്ട് റിവിഷൻ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് വർക്കുകൾ ചെയ്ത് കഴിഞ്ഞാൽ, കണക്കുകൾ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ്. ഈ ചാപ്റ്റർ ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഒരു 5 6 അല്ലെങ്കിൽ 8 മാർക്ക് വരെയൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ചാപ്റ്റർ ആണ്. പക്ഷെ അത് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഓക്കെ, സോ ഇത്രയുമാണ് ചാപ്റ്ററിലുള്ളത്. ഒരു 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്തു നോക്കണം. 10 അല്ല 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്തു നോക്കണം. സോ താങ്ക് യു.